കുറുപ്പും ജീമൂതവാഹനം തലസ്ഥാനത്തേക്ക് പോയിരിക്കുക. രഹസ്യ യാത്രയാ. പാലത്തിന്റെ കോൺട്രാക്ടും കൊണ്ടേ മടങ്ങുമെന്ന് ശപഥം ചെയ്തിട്ടാ പോയിരിക്കുന്നത്. താനതൊന്ന് അകത്താക്കിക്കേ, തന്റെ അണപ്പൊന്ന് മാറട്ടെ. മുതലാളി, ഇതാണ് സമയം. കുറെ കാലമായിട്ട് ഞാൻ കാത്തിരുന്ന സമയം. കുറിപ്പ് തിരിച്ചു വരുന്നതിന് മുമ്പ് അയാളുടെ ഭൂരിപക്ഷം നമുക്ക് ന്യൂനപക്ഷമാക്കണം. എനിക്കുള്ള തന്നേരെ. ഞാനിങ്ങോട്ട് വന്ന റാഹേലമ്മ അറിയരുത്. അറിഞ്ഞാലെന്നെ ഓടിച്ചിട്ട് തല്ലുവാ. താൻ പേടിക്കാതെ റാഹേലേ, എന്ത് തന്നെ തന്റെ ഭാര്യ ഇപ്പുറത്ത് വരും. അതിലെ ഇടപെടത്തില്ല. അതവളെ നേരിട്ട് കണ്ട് വില നിശ്ചയിച്ചോണ്ടാവും. എങ്കിൽ താനൊന്ന് സൂചിപ്പിച്ചേര്. അടുത്ത പഞ്ചായത്ത് മീറ്റിംഗിൽ അവിശ്വാസ പ്രമേയം കൊണ്ടിരുന്നുണ്ട്. കുറിപ്പിന്റെ കക്ഷിയിൽ ഇപ്പോഴുള്ള 3 പേർ അയാൾക്ക് എതിരായിട്ട് വോട്ട് ചെയ്യും. അതാരൊക്കെയാ? ഇയാളോട് പറയില്ല നേതാവേ, ആകെ കലക്കും. ആരൊക്കെയാ തരക? താൻ പറഞ്ഞു 3 പേര്. പറയാം. അതായത് ഇങ്ങനൊരു അവസരത്തിൽ എന്നോട് ഉറച്ചു നിൽക്കാന്ന് പറഞ്ഞിട്ടുള്ളത് നാരദൻ ഉണ്ണിത്താനാ. ഇതിൽ നിൽക്കോ? കുറയ്ക്കാൻ നോക്കാം. അടുത്താരാ? ബറാബാസ്. അയാള് കാശ് വാങ്ങിച്ചാലേ അവസാന നിമിഷം മാറിക്കളി. അപ്പൊ പിന്നെ വിശ്വസിച്ച് കാശിങ്ങനെ കൊടുക്കും. അയാൾ മീറ്റിംഗ് വരാതിരിക്കാൻ നോക്കണം. ഹൃദ്രോഗാണെന്നും പറഞ്ഞ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ടിടാം. സന്ദർശകർ വാർഡിൽ നിന്നൊരു ബോർഡും വെക്കാം. എന്താ, അതിനൊക്കെ വേറെ നല്ല വഴിയുണ്ട് മുതലാളി. ബറാബാസിന് വേണ്ടത് ഇതും മറ്റേതുവാ. സാരി ചുറ്റി എന്തായാലും മതി. ആ കാര്യം എനിക്ക് വിട്ടതാ, ഞാൻ കൈകാര്യം ചെയ്തോളാം. താനേറ്റല്ലോ. ഏറ്റു. പിന്നെ ആരാ? നേരത്തെ പറഞ്ഞ ആള് തന്നെ, റാഹേല്. അയ്യോ, അത് തുകരെ കൂടും. എന്നാലും എന്ത് വേണമെന്ന് പറ. ഒരു ഇതെങ്കിലും വേണ്ടി വരും. അത് പറ്റിയല്ല, ഇത് തന്നെ വേണ്ടി വരും. ശരി, ചിലവൊക്കെ ഞാൻ ഏറ്റു. നീ ഇവിടെ കാണുമെന്ന് എനിക്കറിയാം. അറിഞ്ഞല്ല. മഴ വരുവാ, ഞാൻ പോട്ടെ. എന്തെല്ലാം മനസ്സ് വെച്ചുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നതെന്ന് പിള്ളാച്ചൻ അറിയാമോ? അനിയത്തിയുടെ മാപ്പിളയ്ക്ക് ഗൾഫിൽ പോകാൻ ഒരു 15,000 രൂപ കൊടുക്കാൻ നേരിട്ടുണ്ട്. ദാ ഇവന്റെ പരീക്ഷ അടുത്തോണ്ട് വന്നു. ഇതിനെ ഒന്ന് ജയിപ്പിക്കണമെങ്കിൽ ഒരു 5,000 രൂപയെങ്കിലും വേണ്ടേ? ഇക്കൊല്ലം കൂടുതലാവും എന്നാ കൂട്ടുകാരൊക്കെ പറയുന്നത്. ആ കേട്ടോ. അപ്പൊ എന്റെ കാര്യം റാഹേലമ്മ ആലോചിക്കത്തെന്താ? ആ പാർക്ക് പണിയാനുള്ള സ്ഥലം കുറിപ്പേട്ടൻ എനിക്ക് വെച്ചതാണെന്നുള്ള കാര്യം റാഹേലമ്മയ്ക്ക് അറിയാലോ. ആ അതിന്റെ വീതം എനിക്ക് കിട്ടിയിട്ടില്ല. അത് പിന്നെ വരുമല്ലോ. ആ. ഞാൻ അവിടെ ഒരു 4 മുറി കട പണിയാൻ വേണ്ടി തറക്കല്ലിട്ടിട്ട് മാസം 2ആയി. പാലം പണി തുടങ്ങിയാലേ ഇതിന്റെ പണി തുടങ്ങാൻ നോക്കൂ. സിമന്റ് വേണ്ടേ? ആ കടയുടെ പണി തീർന്നാല് ഒരു മുറി നിങ്ങളങ്ങ് വാടക എടുത്തോ. അവരും അപ്പോഴേക്ക് ഒരു ബിസിനസ് തുടങ്ങാമല്ലോ. അമ്മേ, അച്ഛൻ. കുറുപ്പിയേട്ടന്റെ കാറ്റ് പോകുന്ന ലക്ഷണമാ. അടുത്ത മീറ്റിംഗിന് കുറുപ്പിയേട്ടനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാൻ പോവാ. കുറുപ്പിയേട്ടനെ താഴെ ഇറക്കാൻ കെട്ടിമാറ്റി വെച്ചിരിക്കുന്ന നോട്ട് കെട്ടുകൾ എത്രയാ? ആ കാലുമാറ്റക്കാരുടെ ലിസ്റ്റ് നിന്റെ പേരും ഉണ്ട് കേട്ടോ റാഹേലേ. എന്തോ കിട്ടും? ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് കിട്ടും. കാശ് കിട്ടുന്നത് വാങ്ങിച്ചു, പക്ഷെ വോട്ട് കുറിപ്പേട്ടന്. അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു പിള്ളാച്ച, കുറുപ്പേട്ടനെ താഴെ ഇറക്കിയിട്ട് ഇസഹാക്ക് തരകനെ പ്രസിഡന്റ് ആക്കിയാലോ? അത് ബുദ്ധിയല്ല റാഹേലമ്മേ. ഇസഹാക്ക് തരകനും അയാളുടെ പിന്നിലുള്ള പൗലോസ് കോൺട്രാക്ടർ നക്കികളാ, പിശുക്കന്മാരാ. കുറുപ്പിയേട്ടന്റെ ആളുകൾ പാലം പണിഞ്ഞെങ്കിലേ നമുക്കെന്തെങ്കിലും വലിക്കാൻ പറ്റൂ. അത് ഓർമ്മ വേണം. അപ്പോഴേ അവിശ്വാസ പ്രമേയം വരുന്നതിന് മുമ്പ് റാഹേലമ്മ ആടി നിൽക്കുകയാണെന്ന് കുറുപ്പേട്ടനോടൊന്ന് പറഞ്ഞേക്കണം. അതെ. പാലത്തിന്റെ കോൺട്രാക്ട് ജീവനവാഹനത്തിന് തന്നെ. എന്താ, എന്ത് പറ്റി? കാര്യം എന്താ? കാറ്റ് തിരിച്ചു വീശി തുടങ്ങി ചേട്ടാ. അടുത്ത മീറ്റിംഗിൽ ഇസ്ഹാഖ് തരകൻ അവിശ്വാസ പ്രമേയം കൊണ്ടിരുന്നു. നമ്മുടെ മുന്നണിയിലുള്ള നാരദൻ ഉണ്ണിത്താനും ബറബാസും ഏതാണ്ട് മുഴുവനായും അവരുടെ ചാക്കി തന്നെയാണെന്ന് പറയാം. അയ്യോ, കേട്ട് കഴിഞ്ഞാൽ സത്യമോ? സത്യമല്ലാണ്ട് പഞ്ചവടി റാഹേല് പോലും തക്കം കിട്ടിയ മറുകണ്ടം ചാടാനിരിക്കുക. അവളല്ലേ ഒരു ചാട്ടക്കാരിയാ. നന്ദിയില്ലാത്ത വർഗങ്ങള്. ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് കമ്മിറ്റി പിരിച്ചുവിടരുതോ? പിരിച്ചുവിടാ ഇതുപോലെ നിയമസഭ പറ്റാണോ? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കുറുപ്പമ്മാവന്റെ പ്രസിഡന്റ് സ്ഥാനം ഞാൻ നിലനിർത്തും. പഞ്ചവടിപ്പാലം ഞാൻ പണിയും. പണം എനിക്കൊരു പ്രശ്നമല്ല, എത്ര വേണേ ഞാൻ ചെലവാക്കും. പിള്ളച്ചേട്ടൻ എന്താ പറയുന്നു? ഇങ്ങോട്ടിരുന്നാട്ടെ. ആദ്യം ആ റാഹേലിന്റെ ആട്ടം നിർത്തണം. അതൊരു 10,000-ൽ ഒതുങ്ങും. പിന്നെ ആ വീട്ടിൽ കയറി ചെല്ലുന്നതല്ലേ ആബലും ആബലുടെയും പയ്യന്റെയും കയ്യിൽ എന്തെങ്കിലും നക്കാപ്പിച്ച വെച്ചു കൊടുക്കണം. നാരദനുണ്ണിത്താനെ 5,000-ൽ ഒതുക്കാം. പിന്നെ ബറബാസാണ്, അത് കുറച്ച് പാടുള്ള പണിയാ. എന്ത് ചെലവ് വരുമെന്ന് അവസാനം പറയാൻ പറ്റൂ. അപ്പോ ഞാന് ഒന്ന് കറങ്ങിയിട്ട് വൈകിട്ട് 10 മണിയാകുമ്പോ വീട്ടിലേക്ക്. അപ്പൊ അകത്തേക്ക് വന്നിരുന്നേ, എല്ലാം കഴിച്ചിട്ട് പോവാം. ഒരു സംശയത്തിന്റെ പ്രശ്നമില്ല, കുറിപ്പിനെതിരെ ആദ്യം കൈവക്കുന്നത് ഞാനായിരിക്കും. ബറാബാസിന് സംശയം ഉണ്ടായിട്ടല്ല, എങ്കിലും നാളത്തെ മീറ്റിംഗ് ബറാബാസ് പങ്കെടുക്കാതിരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. ബറാബാസ് മാറി നിൽക്കുകയാണെങ്കിൽ അവിശ്വാസ പ്രമേയം പാസ്സാകും. മാറി നിൽക്കണമെങ്കിൽ ഞാൻ മാറി നിൽക്കാം.
ഇന്നു മുതൽ ഇസാക്ക് തരകനാണ് എന്റെ നേതാവ്. തരകൻ എന്നോട് മരിക്കാൻ പറഞ്ഞാൽ ഞാൻ മരിക്കും. ടിവിയിൽ ഒരു മുറി രഹസ്യമായിട്ട് ഒരുക്കി തരാം, അവിടെ ഇരുന്നാ മതി. ഒറ്റയ്ക്ക് ഞാനൊരു മുറിയിൽ ഇരിക്കണോ? ഒഴിച്ചു തരാൻ ആരെങ്കിലും? ഒഴിച്ചു തരാനോ? കുളിപ്പിക്കാൻ ആള് വരും. അത് മതി. ഇല്ല, ഇവിടെ വരില്ല എന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. പൗലോസ് കോൺട്രാക്ടറുടെ വീട്ടിലായിരിക്കും താവളം. ചെലവൻ ഇവിടെ ഇറങ്ങിക്ക്. അവരിവിടെ എത്തിയ ഉടനെ വിവരം അറിയിക്കണേ. ആ പോട്ടെ. വിടുന്നിരിക്കേ. നിർത്തോ നിർത്തോ. ആണ്ട് ചെലവൻ പോലെ പോലെ. യുവദാസ് കുഞ്ഞ് ഓഫീസിലുണ്ട്. അങ്ങോട്ട് വിട്. പോട്ടെ. അവിടെ ആരുല്ലേ? അവരൊരു ടാക്സിക്കാരി വടക്കോട്ട് പോയി. നേരെ വിട്ടു. കാറോട്ട മത്സരത്തിൽ ജയിക്കുന്നവരുടെ കയ്യിൽ ഭരണമിരിക്കും. ഇങ്ങോട്ട് ഇറങ്ങിക്കേ. വേഗം മുറി തുറക്കേ. വാ. ഒരു കാര്യം ചെയ്യ്, അവിടെ ചെന്ന് അവരായിട്ടുണ്ടോ നോക്ക്. ആരും കാണരുത്. ചെല്. 2 കുപ്പിയേ ഉള്ളൂ. ഇഷ്ടം പോലെ ഉണ്ട്. ആശാനെ, നമ്മുടെ ഉരുപ്പിടിങ് എത്തുമല്ലോ. വരുമെന്നേ, അല്പം കൂടി ഇരുത്തിക്കോട്ടെ. അത് ബർബാസ് യുദാസ് കുഞ്ഞും 4-ാം നമ്പർ മുല്ലുണ്ട്. വെള്ളം ഒടിച്ചോണ്ടിരിക്കുക. ഇനി എന്താ ഒരു വഴി? ഇതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. ഞാനും വരുന്നു. എനിക്കും പോണം. ഞാനും പോവും. എനിക്കും പോണം. അമ്മച്ചി 10 രൂപ തരാം. ഔട്ട് വാങ്ങിച്ചു പൊട്ടിച്ചോ. ഭൂതനെ, ഭൂതനെ. കഥക് ചാരിയിട്ടേ ഉള്ളു. കയറി പോരെ. അതിനല്ല, ഞങ്ങള് വേറൊരു കാര്യം പറയാനാ വന്നേ. ആരാ അത്? ഉറക്കം കളഞ്ഞ് അർദ്ധരാത്രിയിൽ വേറെ എന്ത് കാര്യമാ? ഭൂതനെ, നീ ഞങ്ങളെ ഒന്ന് സഹായിക്കണം. നീ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. ഈ നട്ടപ്പാതിരേക്ക് എനിക്ക് വയ്യ പുറത്തോട്ടൊന്നും വരാൻ. പൂതനെ, ഇത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ആവശ്യമാണ്. നീ ഇക്കാര്യത്തിൽ ഞങ്ങളോട് സഹകരിച്ചാൽ നിന്റെ വിധവാ പെൻഷൻ ഉൾപ്പെടെ എല്ലാ പെൻഷനും അനുവദിച്ചു കിട്ടും. ആ എന്നാ നിക്ക്. എന്നതാ? പോകാം. കൊച്ചേ, പിന്നെ കൊച്ചിനെ ആര് നോക്കും? അതാ ബേലും അവളെ നോക്കിക്കോളൂ. അത് നോക്കിക്കോളും. ഏതവളാടാ യുദാസേ വരുമെന്ന് പറഞ്ഞത്? വരും വരും. ഛേ,
വരും. എങ്ങോട്ടാ? വിശ്വാസപ്രമേയം അറിയാം. ബറാബാസിനെ തപ്പിക്കൊണ്ടാ വന്നിരിക്കുന്നത്. നേരം വെളുക്കുന്നവരെ ഇവിടെ ഒരു അഭയം കിട്ടി. ആയിക്കോട്ടെ ശിഷ്യ, എന്തോ ആ മുറി തുറന്നു കൊടുക്കൂ. സ്വാമി, പെണ്ണ് സ്വാമി, ഒരു കാര്യം പെണ്ണ് സ്വാമി. പുതിനെ കേട്ടല്ലോ. സ്വാമി, ഇനി വേണം നടുവന്ന് നടക്കാൻ. അയ്യോ. അവിടെ സ്വാമി, ഇവിടെ ബറാബാസിന്റെ. കുഞ്ഞേ, ചാച്ചു, ബറാബാസില്ല. അയ്യോ, കരുഞ്ഞേ വിട്ടോ, പുറകെ വിട്ടോ, എവിടെട്ടെങ്കിലും പിടിക്കാം.